സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥന്റെ നിയമനത്തിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. നിയമനത്തിൽ എതിർപ്പ് അറിയിച്ച് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി അല്പസമയം മുമ്പ് കൂടിക്കാഴ്ച നടത്തി. നിയമനത്തിനെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് PM നിയാസ്. അദ്ദേഹത്തിന്റെ പ്രതികരണം: കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു പദവിയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പദവി. മറ്റൊരു പദവിയും പോലെയല്ല. ആ പദവിയിൽ ഒരിക്കൽ ഗവർണർ ഒപ്പുവെച്ചാൽ ഇത് അദ്ദേഹത്തെ 5 വർഷത്തേക്ക് ഒരാൾക്ക് മാറ്റാൻ കഴിയില്ല. ഇംപീച്ച്മെന്റ് നടപടിയുമായി മുന്നോട്ട് പോകേണ്ട ഒരു പദവിയാണ്. ആ സുപ്രധാന പദവിയിലേക്ക് സംഘപരിവാർ ബന്ധമുള്ള ഒരു വ്യക്തിയെ അദ്ദേഹം കഴിഞ്ഞ 15 വർഷക്കാലത്തെ അദ്ദേഹത്തെ സമൂഹ മാധ്യമ ഇടപെടലുകൾ പോലും ബോധ്യപ്പെട്ടു എന്ന് ഞാൻ പത്രങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ ശേഷം നിങ്ങളെല്ലാവരും പരിശോധിക്കണം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ സമൂഹ മാധ്യമ അക്കൗണ്ടുകളും അത് അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഇത് ഒളിക്കാനൊന്നുമില്ല എങ്കിൽ, അദ്ദേഹത്തിന് കൈ ശുദ്ധമാണ് എങ്കിൽ, ഇപ്പോൾ പല BJP കേന്ദ്രങ്ങളും പറയുന്നത് അദ്ദേഹം ഞങ്ങളുടെ കൂടെ അല്ല എന്നാണ്. എങ്കിൽ എന്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ പൂർണ്ണമായി അപ്രത്യക്ഷമായിരിക്കുന്നു? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ട് ഇന്ന് ഞാൻ ഒരു വലിയ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷക്കാലമായി ജില്ലാ ജഡ്ജിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ലക്ഷദ്വീപിലടക്കം പോയി പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല സമൂഹ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ബന്ധങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കുവാനും അവയുടെ കോപ്പി ബഹുമാനപ്പെട്ട ഇതൊന്നും ബോധ്യപ്പെടാത്ത തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിക്ക് നൽകുവാനുമാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ജില്ലാ ജഡ്ജിയെക്കുറിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് എല്ലാ വർഷവും മാസവും ദിവസവും ഉണ്ടാവുന്നതാണ്. ആ ഇന്റലിജൻസ് റിപ്പോർട്ടും ബഹുമാനപ്പെട്ട KM ഷാജി അവർക്ക് എനിക്ക് നൽകണമെന്നല്ല പറഞ്ഞത്, KM ഷാജിക്ക് നൽകണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിലും ഈ വകുപ്പ് മന്ത്രിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടട്ടെ എന്നാണ്. കണ്ണുള്ളവർക്കെല്ലാം കാണുന്നു, പക്ഷേ കാണേണ്ടവർ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മേഘന മുരളി തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. മേഘന, ഈ തർക്കം തീരുന്നില്ല. പ്രധാനപ്പെട്ട ഈ തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥിനെ നിയമിക്കാനുള്ള സർക്കാർ തീരുമാനം അത് തന്നെയാണ് വലിയ വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ പരസ്യമായി തന്നെ KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് മുന്നേ തന്നെ എതിർപ്പ് അറിയിച്ചിരുന്നു. പക്ഷേ അത് മന്ത്രിസഭയുടെ കൂട്ടായ തീരുമാനം എന്നുള്ളതാണ് വകുപ്പ് മന്ത്രി KM ഷാജി മുന്നേ തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് ഇത്തരത്തിൽ സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ശേഷാദ്രിനാഥിനെ നിയമിക്കാനുള്ള ഒരു സർക്കാർ ശുപാർശ ഗവർണർക്ക് നൽകുകയും ചെയ്യുന്നത്. അത് അന്തിമമായിട്ടില്ല. അതിന് പിന്നാലെയാണ് ഈ ഒരു എതിർപ്പും വരുന്നത്. അതിൽ അല്പസമയം മുന്നെയാണ് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കാണാൻ വഴുതക്കാട് വീട്ടിൽ എത്തിയിട്ടുള്ളത്. അതിനുശേഷമുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നതും വലിയ എതിർപ്പുണ്ട്. കാരണം ഇതിൽ സംഘപരിവാർ പശ്ചാത്തലമുള്ള ആളാണ് N ശേഷാദ്രിനാഥൻ എന്നുള്ളതാണ്. ആദ്യം കോളേജ് പഠനകാലത്ത് SFI പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ സമൂഹമാധ്യമ പോസ്റ്റ് അടക്കം അത് സംഘപരിവാർ പശ്ചാത്തലമുള്ളതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ നിയമിക്കാനുള്ള സർക്കാർ ഒരു തീരുമാനത്തിന് പിന്നാലെ തന്നെ ഇതിൽ പോസ്റ്റുകളടക്കം നിലവിൽ അപ്രത്യക്ഷമായിട്ടുണ്ട് ഫേസ്ബുക്കിൽ നിന്നാണ്. അതായത് ഒളിക്കൽ ഒന്നുമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ഡിലീറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി PM നിയാസ് ചോദിക്കുന്നുണ്ട്. അതിൽ വകുപ്പ് മന്ത്രിക്ക് ഒന്നും ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതിന്റെ അടക്കം കോപ്പി നൽകുമെന്നുള്ള ഒരു വിമർശനം കൂടി KM ഷാജിക്കെതിരെ PM നിയാസ് ഒരു വിമർശനമായി ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.